IPL 2025 മുംബൈ ഇന്ത്യൻസിന് പുതിയ നായകൻ ഹാർദിക്കിന് അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടിയാണ് ഈ ഒരു കാര്യത്തിൽ കിട്ടിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന IPL 2025 മെഗാ ലേലത്തിന് മുന്നോടിയായി മുംബൈ ഇന്ത്യൻസ് തങ്ങളുടെ നിലനിർത്താൻ പോകുന്ന ആളുകളുടെ പട്ടികയ്ക്ക് അന്തിമമായിട്ടുള്ള രൂപം നൽകിയതായിട്ടാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ വർഷം ഡിസംബറിൽ ലേലം നടക്കാനാണ് ഒരു സാധ്യതയായി കണക്കാക്കുന്നത്. ഓഗസ്റ്റിൽ BCCA നിലനിർത്താൻ നിയമങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും പ്രഖ്യാപനം കുറച്ച് വൈകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ മാസം അവസാനത്തോടെ ബോർഡ് ചട്ടങ്ങൾ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മെഗാ ലേലത്തിൽ 4 താരങ്ങളെ വരെ നിലനിർത്താൻ ഫ്രാഞ്ചൈസികളെ അനുവദിച്ചിരുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിന്റെ ഒരു ബേസിൽ പറയുകയാണെങ്കിൽ മിക്ക ഫ്രാഞ്ചൈസികളും തങ്ങളുടെ ടീമുകളുടെ കേന്ദ്രം നിലനിർത്തുന്നതിനായിട്ട് വരാനിരിക്കുന്ന മെഗാ ലേലത്തിന് മുൻപായി കുറഞ്ഞത് 5 കളിക്കാരെയെങ്കിലും നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിൽ BCCA നിയമങ്ങൾ പ്രഖ്യാപിക്കുന്നതോടെ ഈ കാര്യത്തിൽ കുറച്ചധികം വ്യക്തത വരാൻ പോകുമെന്നാണ് പറയുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം മെഗാ ലേലത്തിന് മുൻപ് നിലനിർത്തുന്ന 3 കളിക്കാരെ മുംബൈ ഇന്ത്യൻസ് അന്തിമമാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. റേവ്സ് സ്പോർട്ടിന്റെ രോഹിത് ജുവാൻ പറയുന്ന ഒരു കാര്യം അനുസരിച്ചിട്ട് 5 തവണ IPL ചാമ്പ്യന്മാരും അതേപോലെ തന്നെ IPL 2025 മുൻപ് ഈ ആളുകൾ ഇവരുടെ ക്യാപ്റ്റന്മാരെ മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ്. ജസ്പ്രീത് ബുംറയാണ് മുംബൈയുടെ ആദ്യം ആയിട്ട് നിലനിർത്താൻ പോകുന്ന ആളെന്നും ജുഗാൻ പറഞ്ഞിട്ടുണ്ട്. സൂര്യകുമാർ യാദവിനെ രണ്ടാമത് നിലനിർത്തുക മാത്രമല്ല ഇനി വരാൻ പോകുന്ന സീസണിൽ ടീമിനെ നയിക്കാൻ പോകുന്നതും സൂര്യൻ ആയിരിക്കുമെന്നാണ് ജുഗാൻ പറഞ്ഞിട്ടുള്ളത്. ഗുജറാത്തിലെ ടെനന്റുമായിട്ടുള്ള വ്യാപാര കരാറിലൂടെ മുംബൈ IPL 2024 ഹാർദിക് പാണ്ഡ്യയെ വീണ്ടും സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ക്യാപ്റ്റനായിട്ടും മുംബൈ തീരുമാനിച്ചിട്ടുള്ളത് ഇദ്ദേഹത്തെയാണ്. എങ്ങനെയാണെങ്കിലും മുംബൈ ആസ്ഥാനമാക്കിയിട്ടുള്ള സംഘം ഈ പോയിന്റ് ടേബിളിന്റെ അവസാന സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒപ്പം തന്നെ ഇന്ത്യയുടെ 2020 ക്യാപ്റ്റൻ ആയിട്ടുള്ള സൂര്യകുമാറിനെ നിയമിച്ചത് ഈ ഒരു തീരുമാനത്തെ സാധിച്ചിരിക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. രോഹിത് ശർമ്മയ്ക്ക് പകരം പാണ്ഡ്യയെ നായകനാക്കുമെന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നെങ്കിലും ടീം മാനേജ്മെന്റും സെലക്ടർമാരും സൂര്യകുമാറിനെ ആയിരുന്നു നായകനാക്കിയത്. മുംബൈ ഇന്ത്യൻസിന്റെ ആദ്യ 2 ഇങ്ങനെ നിലനിർത്തലുകൾ സ്ഥിരീകരിച്ചതിന്റെ ശേഷം പേര് വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഫ്രാഞ്ചൈസി ഒരു കളിക്കാരനെ കൂടി നിലനിർത്താനായിട്ടാണ് വിചാരിക്കുന്നതെന്നാണ് ജുഗാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി വരുന്ന മെഗാ ലേലത്തിന് മുന്നോടിയായിട്ട് രോഹിത് ശർമ്മയോ അതേപോലെ ഹാർദിക് പാണ്ഡ്യയോ അവരെയും ഈ 2 ആളുകളെയും ഫ്രാഞ്ചൈസി റിലീസ് ചെയ്യും എന്നാണ് ഈ പറഞ്ഞു വന്നതിന്റെ ഒരു അർത്ഥമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.